ദൈവത്തിൻ്റെ സ്തോത്രം. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരായ എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രാർത്ഥന എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ദിവസങ്ങൾ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും അല്പകാലങ്ങൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. 2 വേദഭാഗങ്ങൾ പ്രധാനമായിട്ട് വായിപ്പാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 1-ാമത്തെ വാക്യം. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്നുള്ളതിന് യേശു അവരോട് ഒരു ഉപമ പറഞ്ഞത്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6-ാമത്തെ വാക്യം. ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടുന്നത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രം കൊണ്ട് ദൈവത്തോട് അറിയിക്കാത്ര വേണ്ടത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മോട് പറയുന്നത് മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക, മറുപടി ഉണ്ട്, നടക്കും. താങ്കൾ പ്രാർത്ഥിക്കുന്ന വിഷയം നടക്കും. ദൈവം താങ്കളോട് സംസാരിക്കുന്നു. മടുത്തു പോകരുത്, പ്രാർത്ഥിക്കുക, പ്രതീക്ഷയ്ക്ക് വകയുണ്ട്, വേഗത്തിൽ ദൈവം പ്രവർത്തിക്കും. അവിടെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഒന്നിനെക്കുറിച്ച് ഉത്കണ്ഠാകുലരാകരുത്, എല്ലാം ദൈവത്തെ അറിയിക്കുക. അതാണ് പ്രാർത്ഥന. അറിയിക്കുക അത്രേ വേണ്ടതെന്നേ ഉള്ളൂ. അറിയിക്കുക അത്രേ വേണ്ടത്. നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇന്ന് ഒരു ഭാഗം നമ്മൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. മത്തായി 17-ാമത്തെ 21-ാമത്തെ വാക്യം. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങിയ എന്ന് പറഞ്ഞാൽ അത് നീങ്ങും, നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയില്ല. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരു പ്രത്യേക സാഹചര്യത്തിൽ തൻ്റെ ശിഷ്യന്മാരുടെ ഒരു ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞൊരു ഭാഗമാണ് ഇവിടെ നമുക്ക് വായിച്ചു കേൾക്കുവാനിടയായി തീർന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ അനേകരെ കർത്താവിൻ്റെ ശിഷ്യന്മാരായി തീർന്നു. ആ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ 12 പേരെ അപ്പോസ്തലന്മാരായിട്ട് കർത്താവ് തിരഞ്ഞെടുത്തു. അപ്പോസ്തലന്മാരെന്ന് പറയുന്നത് ഐക്യപ്പെടുന്നവർ. അപ്പോൾ ഐക്യപ്പെടുക എന്ന് പറയുന്നത് ഈ സന്ദേശവുമായിട്ട് കർത്താവിന് ശേഷം, കർത്താവിൻ്റെ ഈ ലോകത്തിലെ പരസ്യ ശുശ്രൂഷയ്ക്ക് ശേഷം അയക്കുവാൻ, ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് അപ്പോസ്തലന്മാർ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയോട് ചേർന്ന് അനേക സഹോദരന്മാരൊക്കെ ഈ ശുശ്രൂഷയിലുണ്ടായിരുന്നു. എന്നാൽ പ്രധാനമായി ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ കർത്താവിനോട് ചേർന്ന് പ്രവർത്തിച്ചത് ഈ അപ്പോസ്തലന്മാരാണ്. ഒരു 12 പേരാണ്. അവരുമായിട്ട് പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് താമസിച്ച് കർത്താവ് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു. 3.5 വർഷക്കാലം കർത്താവിനോട് ചേർന്ന് ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഒരിക്കൽ ഒരു സ്ഥലത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് 3 പേരെ കൂട്ടി ഒരു മലയുടെ മുകളിലേക്ക് കയറിപ്പോയി. അത് 17-ാം അധ്യായം ആദ്യം മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. ഒരു ഉയർന്ന മലയുടെ മുകളിൽ ചെന്ന്, മറുരൂപ മലയെന്നൊക്കെ നമ്മൾ പിന്നീട് വിളിക്കുന്നു, കർത്താവ് തേജോരൂപയായി തീർന്ന ഒരു കാഴ്ച 3 ശിഷ്യന്മാർ കണ്ടതാണ്. അവിടെ മോശയും ഏലിയാവും അവിടെ പ്രത്യക്ഷമായി. വലിയ സന്തോഷമായ ഒരു സന്ദർഭമായിരുന്നു. അതുകൊണ്ട് ചെന്ന ശിഷ്യന്മാർ പറഞ്ഞു, നമുക്കിവിടെ കുടിലുണ്ടാക്കി ഇവിടെ താമസിക്കാം എന്ന് പറഞ്ഞപ്പോൾ സ്വർഗത്തിലെ ദൈവം വിളിച്ചു പറഞ്ഞു. മോശെ ഏലിയാവും വന്നപ്പോൾ അവർ പറയുന്നു, മോശെ ഏലിയാവും ഉണ്ടല്ലോ, നമുക്കെല്ലാം ഇവിടെ താമസിക്കാം. മോശയ്ക്കും ഏലിയാവിനും അല്ല പ്രാധാന്യം, ഇവന് ചെവി കൊടുപ്പീൻ, കർത്താവിന് ചെവി കൊടുപ്പീൻ. കർത്താവാണ് പ്രാധാന്യമുള്ളത്, മറ്റെല്ലാം സൃഷ്ടികളാണ്, ഇത് സൃഷ്ടാവാണ്. ഇതവരെ ഒന്ന് വെളിപ്പെടുത്താൻ വേണ്ടി കർത്താവ് കൊണ്ടുപോയിട്ട് മടങ്ങി വരികയാണ്. എന്നാൽ കർത്താവ് മലയുടെ മുകളിലേക്ക് പോകുന്ന സമയത്ത് അനേക രോഗികൾ കർത്താവിനെ അനുഗമിച്ചുകൊണ്ടിരുന്നു, കർത്താവിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചുകൊണ്ടിരുന്നു. പുരുഷാരത്തെ കാണുമ്പോൾ കർത്താവ് മനസ്സലിയും, അവരുടെ രോഗികളെ സൗഖ്യമാക്കും, വ്യാധിക്കാരെ വിടുവിക്കും. അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ, 10,000-കണക്കിന് ആളുകൾ കർത്താവിൻ്റെ പിന്നാലെ കർത്താവിനെ അനുഗമിച്ചുകൊണ്ടിരുന്നു. കർത്താവ് മലയുടെ മുകളിലേക്ക് പോയ സന്ദർഭത്തിൽ ഒരു പിതാവ് തൻ്റെ മകനെയും കൂട്ടി
കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പാൻ കടന്നു വന്നപ്പോൾ കർത്താവ് അവിടെയില്ല. തൻ്റെ 9 ശിഷ്യന്മാർ അവിടെയുണ്ട്. അവരോട് വിവരങ്ങൾ പറഞ്ഞു. അവരെ കർത്താവ് ചെയ്ത പോലെയൊക്കെ ചില കാര്യങ്ങൾ ചെയ്തു. അപസ്മര രോഗമുള്ള ഒരു ചെറുപ്പക്കാരനെ കൊണ്ടാണ് ഈ പിതാവ് വന്നിരിക്കുന്നത്. എന്നാൽ അവർ കർത്താവ് ചെയ്ത പോലൊക്കെ ചെയ്തെങ്കിലും ഇവൻ്റെ ശരീരത്തിൽ നിന്ന് ഈ രോഗം വിട്ടുമാറിയില്ല. വിമർശകരായി വലിയൊരു കൂട്ടം ആളുകളും എപ്പോഴും കർത്താവിനെ അനുഗമിക്കുമായിരുന്നു. വിമർശകരായ ആളുകൾ നോക്കുമ്പോൾ ഇവർക്കിത് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് ഇവരുമായിട്ട് വലിയ തർക്കമുണ്ടായി. വലിയ വാദപ്രതിവാദമൊക്കെ ഉണ്ടായ സമയത്താണ് കർത്താവ് മലയുടെ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നത്. ഒരു ഭാഗം നമ്മൾ ചിന്തിച്ചാൽ ഇവിടെ ഇരിക്കുന്നത് നല്ലതാണെന്ന് 3 ശിഷ്യന്മാർ പറഞ്ഞപ്പോഴും കർത്താവ് അവിടെ ഇരിക്കാതെ താഴേക്ക് ബന്ധപ്പെട്ടിറങ്ങി വന്നു. 9-ാം വാക്യം, 17-ാമത്തെ 9-ാമത്തെ വാക്യം, മത്തായി സുവിശേഷം 17-ാമത്തെ 9-ാമത്തെ വാക്യം. കർത്താവ് മലയിൽ നിന്ന് ഇറങ്ങുമ്പോൾ യേശു അവരോട്, മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും വരെ ഈ ദർശനം ആരോടും പറയരുതെന്ന് കൽപ്പിച്ചു. ശിഷ്യന്മാർ അവനോട്, എന്നാൽ ഏലിയാവ് മുമ്പേ വരേണ്ടതെന്ന് ശാസ്ത്രിമാർ പറയുന്നത് എന്തെന്ന് ചോദിച്ചു. അതിന് യേശു, ഏലിയാവ് വന്നു, സകലവും യഥാസ്ഥാനത്താക്കും സത്യം. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഈ കാര്യം തന്നെ മർക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നതോട് ചേർന്ന് നമുക്ക് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം ഈ സംഭവത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 9-ാം അധ്യായം 14-ാമത്തെ വാക്യം. യേശു ശിഷ്യന്മാരുടെ അടുക്ക വന്നാറ് വലിയ പുരുഷാരും അവരെ ചുറ്റി നിൽക്കുന്നതും ശാസ്ത്രിമാർ അവരോട് തർക്കിക്കുന്നതും കണ്ടു. പുരുഷാരം യേശുവിനെ കണ്ട ഉടനെ ഭ്രമിച്ച് ഓടി വന്ന് യേശുവിനെ വന്ദിച്ചു. യേശു അവരോട്, നിങ്ങൾ അവരുമായി തർക്കിക്കുന്നത് എന്തേന്ന് ചോദിച്ചു. അതിന് പുരുഷാരത്തിൽ ഒരുത്തൻ, ഗുരു, ഊമനായ ആത്മാവുള്ള എൻ്റെ മകനെ ഞാൻ അങ്ങയുടെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പം 18-ാമത്തെ വാക്യം. അതവനെ എവിടെ വെച്ച് പിടിച്ചാലും അവനെ തള്ളിയിടുന്നു. പിന്നെ അവൻ നുരച്ച് പല്ല് കടിച്ച് വരണ്ടു പോകുന്നു. അതിനെ പുറത്താക്കേണ്ടതിന് ഞാൻ നിൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് അവർക്ക് കഴിഞ്ഞില്ല എന്ന് ഉത്തരം പറഞ്ഞു. നോക്കുക, ഇതാണ് തർക്കത്തിൻ്റെ കാരണം. അപ്പോൾ കർത്താവ് വേഗത്തിൽ ഇറങ്ങി വരുവാൻ കാരണം ഈ 9 പേരുമായിട്ട് വലിയ തർക്കം താഴെ നടക്കുമെന്ന് കർത്താവിന് മനസ്സിലായി. അവരെ സഹായിക്കുവാൻ പെട്ടെന്ന് കർത്താവ് ഇറങ്ങി വന്നു, കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി. അപ്പോൾ എന്നിട്ട് ഈ പിതാവ് മർക്കോസിന് സുവിശേഷം 11-ാമത് 22-ാം വാക്യം, അതവനെ നശിപ്പിക്കേണ്ടത് പലപ്പോഴും തീരും വെള്ളത്തിലും തള്ളിയിട്ടിട്ടുണ്ട്. നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ മനസ്സറിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. കർത്താവേ, അങ്ങയാൽ വല്ലതും കഴിയുമെങ്കിൽ മനസ്സറിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, അങ്ങയാൽ കഴിയുമെങ്കിൽ എന്നോ, വിശ്വസിക്കുന്നവന് സകലവും കഴിയുമെന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ തൻ്റെ മകനെയും കൊണ്ട് വന്ന് ശിഷ്യന്മാർക്ക് സൗഖ്യമാക്കുവാൻ കഴിയാതെ വന്നപ്പോൾ കർത്താവ്, അങ്ങയാൽ കഴിയുമെങ്കിൽ എൻ്റെ മകനെ സൗഖ്യമാക്കണമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറയുകയാണ്, എന്നാൽ കഴിയുമെങ്കിലെന്നോ, അഥവാ അങ്ങയാൽ കഴിയുമെങ്കിലെന്നോ, വിശ്വസിക്കുന്നവന് സകലതും കഴിയുമെന്ന് പറഞ്ഞു. ഇന്നെൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പിതാവേ, മാതാവേ, സഹോദര സഹോദരി, കുഞ്ഞുങ്ങളെ, നമ്മുടെ കർത്താവ് വ്യക്തമായി പറയുകയാണ്, വിശ്വസിക്കുന്നവന് സകലതും കഴിയും. എൻ്റെ ജീവിതത്തിൽ ഏത് വിഷയമാണെങ്കിലും വിശ്വസിക്കുവാൻ തയ്യാറായാൽ ഇന്ന് ദൈവം അത് സാധിപ്പിച്ചു തരും. സകലതും കഴിയും, ഒന്നും ഒഴിവാക്കിയിട്ടില്ല. നമുക്ക് വിശ്വാസം ആവശ്യമാണ്. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൽ 5 വാക്യങ്ങൾ എഴുതിയിരിക്കും, നിങ്ങളൊരാൾക്ക് ജ്ഞാനം കുറവാകുന്നെങ്കിൽ ഭത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി നൽകുന്ന ദൈവത്തോട് യാചിക്കട്ടെ, എന്നാൽ അവനത് ലഭിക്കും. ഒന്നും സംശയിക്കാതെ യാചിക്കണം. സംശയിക്കുന്നവനൊന്നും പ്രാപിക്കാൻ കഴിയില്ല. ഇരുമനസ്സുള്ളവനോ തൻ്റെ വഴികളൊക്കെയും അസ്ഥിരനാകും. ഇങ്ങനെയുള്ളവൻ കർത്താവിൽ വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കുക പോലും വേണ്ടെന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കണം.
അപ്പോൾ നമ്മുടെ സംശയമെല്ലാം മാറ്റിക്കളയണം. ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ സംശയങ്ങൾ മാറ്റിക്കളയണം. നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, വിശ്വസിക്കുന്നവർ സകലവും സാധ്യം. ഇന്ന് താങ്കൾ വിശ്വസിച്ചാൽ താങ്കൾ ഏത് കാര്യമാണ് വിശ്വസിക്കുന്നത് അത് സാധിക്കാൻ പോവുകയാണ്. ഏത് രോഗത്തെ ദൈവത്തെ സൗഖ്യമാക്കുവാൻ കഴിയും? ദൈവത്തിൻ്റെ വചനം പറയുന്നു, നമ്മുടെ ദൈവം നമ്മുടെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. ഒരിക്കൽ ദൈവം തന്നെ സാറായോട് ചോദിച്ചത് നമ്മൾ ഇവിടെ ചിന്തിച്ചതാണ്, യഹോവയാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഇല്ല, ഒരു കാര്യവുമില്ല. ദൈവത്തിന് കഴിയാത്തൊരു കാര്യവുമില്ല. ഏത് മണ്ഡലത്തിലും ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. നിൻ്റെ ശാരീരിക മണ്ഡലത്തിൽ പ്രവർത്തിപ്പാൻ ദൈവത്തിന് അധികാരമുണ്ട്. മാനസിക മണ്ഡലത്തിൽ പ്രവർത്തിപ്പാൻ ദൈവത്തിന് അധികാരമുണ്ട്. ആത്മീയ മണ്ഡലത്തിൽ പ്രവർത്തിപ്പാൻ ദൈവത്തിന് അധികാരമുണ്ട്. ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞിടത്ത് കർത്താവ് കൽപ്പിച്ച നിമിഷത്തിൽ തന്നെ അത്ഭുതങ്ങൾ നടന്നത് ദൈവത്തിന് നമുക്ക് കാണുവാൻ കഴിയും. ഇപ്പോൾ നാം വിശ്വസിക്കുമ്പോൾ ദൈവം സാധിപ്പിച്ചു തരും. ഇവിടെ ഈ പിതാവിനോട് കർത്താവ് പറയുകയാണ്, കർത്താവ് അങ്ങയാൽ കഴിയുമെങ്കിൽ എന്തെങ്കിലും ചെയ്തതാ? ഇല്ല, നീ വിശ്വസിച്ചാൽ നിൻ്റെ മകൻ സൗഖ്യമാകും. അടുത്ത വാക്യത്തിൽ 24-ാം വാക്യം, ബാലൻ്റെ അപ്പൻ ഉടനെ നിലവിളിച്ച്, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, വീണ്ടും വിശ്വസിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്നാണ്. അവിശ്വാസത്തിന് വന്നുപോയി, എന്നാൽ വീണ്ടും വിശ്വസിക്കാൻ എന്നെ സഹായിക്കണമേ എന്നാണ് അവൻ ആവശ്യപ്പെടുന്നത്. അവൻ വിശ്വസിച്ചു, കർത്താവിനെ സൗഖ്യമാക്കി. അതിനുശേഷം ശിഷ്യന്മാർ സ്വകാര്യമായി യേശുവിനോട് ചോദിച്ചതാണ് 28-ാം വാക്യം. വീട്ടിൽ വന്ന ശേഷം ശിഷ്യന്മാർ സ്വകാര്യമായി യേശുവിനോട്, ഞങ്ങൾക്കതിനെ പുറത്താക്കുവാൻ കഴിയാഞ്ഞത് എന്തേന്ന് ചോദിച്ചു. പ്രാർത്ഥനയാലല്ലാതെ ഈ ജാതി ഒന്നിനാലും പുറപ്പെട്ടു പോകുകയില്ല എന്ന് യേശു അവരോട് പറഞ്ഞു. അത് മത്തായി സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞത് ഉപവാസവും പ്രാർത്ഥനയും. അപ്പോൾ ഉപവാസവും പ്രാർത്ഥനയും ഉണ്ടാകണം. അതിനുശേഷം നീ കൽപ്പിക്കുമ്പോൾ ഈ ജാതി ഒഴിഞ്ഞു പോകും. എന്നാൽ അവിടെ കർത്താവ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നാം ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. മത്തായി സുവിശേഷം 17-ാം അധ്യായം 19-ാം വാക്യം മത്തായി സുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ശിഷ്യന്മാർ സ്വകാര്യമായി യേശുവിൻ്റെ അടുക്കൽ വന്നു, ഞങ്ങൾക്കതിനെ പുറത്താക്കി കൂടാഞ്ഞത് എന്തേന്ന് ചോദിച്ചു. യേശു അവരോട്, നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തം അത്രേ. അല്പവിശ്വാസം എന്ന് പറഞ്ഞാൽ അവിശ്വാസം എന്നാണ്. അതിനു മുമ്പ് കർത്താവ് അവരെ ചോദിക്കുന്നുണ്ട്, അവിശ്വാസവും കോട്ടമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോട് ഇരിക്കും. ഇപ്പോൾ അവിശ്വാസമാണ് ഇവിടെ കർത്താവ് പറയുന്നത്. നിങ്ങളുടെ അവിശ്വാസം നിമിത്തമാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാഞ്ഞത്. അവിശ്വാസം എന്ന് പറയുമ്പോൾ, അല്പവിശ്വാസമെന്ന് നമ്മൾ കാണുന്നിടത്ത് തിരുവചനം പഠിച്ചാൽ വിശ്വാസമുണ്ട്, അതിനകത്ത് സംശയങ്ങൾ വരുമ്പോഴാണ് അല്പവിശ്വാസമായി പോവുക, അത് അവിശ്വാസമായി പോവുക. ദൈവം അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെല്ലാം വിശ്വസിക്കുന്നവരാണ്. ദൈവത്തിന് കഴിയാത്തൊരു കാര്യമില്ല, നമ്മളെല്ലാം വിശ്വസിക്കുന്നവരാണ്. പക്ഷേ ഓരോ മണ്ഡലങ്ങളിൽ വരുമ്പോൾ ചെറിയ സംശയം കയറി വരുമ്പോൾ അത് അവിശ്വാസമായി പോവുകയാണ്. അവിടെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയയില്ല. എന്നിട്ട് കർത്താവ് പറയുകയാണ്, നിങ്ങൾക്ക് കടുക് മണിയോളം സംശയമില്ലാത്ത വിശ്വാസമുണ്ടെങ്കിൽ, അതാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്. കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ കാണുന്ന മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങിയ എന്ന് പറഞ്ഞാൽ അത് നീങ്ങും, നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയുമില്ല. നമ്മുടെ കർത്താവ് ആ മകൻ്റെ പിതാവിനോട് പറഞ്ഞത്, വിശ്വസിക്കുന്നവന് സകലതും സാധ്യം. അതുതന്നെ കർത്താവ് ഒന്നുകൂടെ ഉറപ്പിച്ച് ശിഷ്യന്മാരോട് പറയുകയാണ്, അങ്ങനെ വിശ്വസിക്കുന്നവർക്കൊന്നും അസാധ്യമാകുകയില്ല. ഏറ്റവും ചെറിയൊരു വസ്തു കടുകുമണി, ഏറ്റവും വലിയൊരു വസ്തു അവരെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു മല. അക്ഷരികമായ ഒരു മലയെ ചൂണ്ടിക്കൊണ്ടാണ് നമ്മുടെ കർത്താവ് പറയുന്നത്. ഇതൊന്നും ആത്മീയ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കേണ്ട കാര്യമല്ല. ആത്മീയ അർത്ഥത്തിലും ചിന്തിക്കുന്നതിന് തെറ്റില്ല. എന്നാൽ നമ്മൾ പലപ്പോഴും ഇതിൻ്റെ ശക്തി കുറയ്ക്കുവാൻ നമ്മുടെ മാനുഷിക ബുദ്ധി കൊണ്ട്
ഇതെല്ലാം ആത്മീയ മണ്ഡലമാക്കി അക്ഷരീയമായി ഇതൊന്നും നടക്കുകയില്ല എന്ന് ചിന്തിക്കുന്ന ചിന്തകൾ നമുക്കുണ്ടാകാറുണ്ട്. പത്രോസ് കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ കാരാഗൃഹത്തിൽ ദൂതൻ ഇറങ്ങി വന്ന് ചങ്ങല അഴിച്ചതും കാരാഗൃഹത്തിൻ്റെ വാതിൽ തുറന്നതും ആത്മീയ മണ്ഡലത്തിലല്ല, അത് അക്ഷരിക മണ്ഡലത്തിലാണ്. അപ്പം അക്ഷരിക മണ്ഡലത്തിൽ വ്യക്തമായി പ്രവർത്തിപ്പാൻ കഴിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നാച്ചുറൽ പവറിലൂടെയല്ല, സൂപ്പർ നാച്ചുറൽ പവറിലൂടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. അത് നമ്മൾ വിശ്വസിക്കണം. നമ്മളിതിൻ്റെ എല്ലാം ശക്തി കുറച്ച് ചിന്തിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തി പലപ്പോഴും വെളിപ്പെടുകയില്ല. നമ്മുടെ ഏത് മണ്ഡലത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും? അക്ഷരീയമായ ഒരു കാര്യത്തെ നോക്കിക്കൊണ്ട് കർത്താവ് പറഞ്ഞിരിക്കുന്നു, ഈ കാണുന്ന മലയോട് നീ അങ്ങോട്ടും നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. അതിന് വലിയ വിശ്വാസമൊന്നും വേണ്ട, മലയുടെ അത്രയും വിശ്വാസം വേണ്ട. നമ്മുടെ വിചാരം ഒരു കടുക് പണി നീക്കണമെങ്കിൽ മലയുടെ അത്രയും വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു കടുക് പണി നീങ്ങിയേ ഉള്ളൂ എന്ന് കഷ്ടിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മൾ പലപ്പോഴും. അങ്ങനെയല്ല കർത്താവ് പറഞ്ഞത്. സംശയമില്ലാത്തൊരു ചെറിയ വിശ്വാസം നിനക്കുണ്ടെങ്കിൽ നീ എന്തോ പറയുമോ അത് ദൈവം നടത്തും. നിനക്കൊന്നും അസാധ്യമാകുകയില്ല. നമ്മുടെ ജീവിതത്തിലെ ഏത് വിഷയത്തെ നോക്കിക്കൊണ്ട് വിശ്വാസത്താൽ നമ്മൾ പറയുമോ അത് ദൈവം സാധിപ്പിച്ചു തരും. നമ്മൾ ചിന്തിച്ചതാണ്, ആകാശത്തെ അടച്ചു എലിയാവ് താഴെ നിന്ന് പറഞ്ഞപ്പോൾ യോശുവ യുദ്ധത്തിന് വെളിച്ചം വേണം. തനിക്കറിയാവുന്ന ഭാഷയിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് തനിക്ക് വെളിച്ചം ലഭിക്കുവാൻ തനിക്കറിയാവുന്ന ജ്ഞാനമനുസരിച്ച് അദ്ദേഹം പറഞ്ഞു, സൂര്യ നീ ഗിബയോനിലും ചന്ദ്ര നീ അയ്യാലോൻ താഴ്വരയിലും നിൽക്കുക. ശാസ്ത്രീയമായി തെറ്റാണെന്ന് നമുക്കറിയാം. സൂര്യനല്ല നിൽക്കേണ്ടത്, ചന്ദ്രനല്ല നിൽക്കേണ്ടത്, ഭൂമിയാണ് നിൽക്കേണ്ടത്. എന്നാൽ യോശുവയുടെ ആവശ്യം വെളിച്ചമുണ്ടാകുക എന്നുള്ളതാണ്. വെളിച്ചമുണ്ടാകുവാൻ അദ്ദേഹത്തിന് അറിയാവുന്ന മണ്ഡലത്തിലൂടെയാണ് സംസാരിക്കുന്നത്. അപ്പം ഇങ്ങനെ പറയുമ്പോൾ നീ പോയി ശാസ്ത്രം പഠിച്ച് മണ്ട, നീ സൂര്യനെ അല്ല നിർത്തേണ്ടത്, ചന്ദ്രനല്ല നിർത്തേണ്ടത്, ഭൂമിയാണ് നിർത്തേണ്ടതെന്ന് പറയുന്ന ദൈവമല്ല. നമ്മളറിയാവുന്ന ഭാഷയിൽ നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം എന്താണോ അത് ദൈവം സാധിപ്പിക്കുകയാണ്. ഇതാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് കാണുന്ന നിലയിൽ സൂര്യൻ നിന്നു, ചന്ദ്രൻ നിന്നു പറയുന്നത് ഭൂമി നിന്നു. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ആവശ്യം എന്താണോ നമുക്കറിയാവുന്ന ഭാഷയിൽ പറയുമ്പോൾ ദൈവം അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുകയാണ്. നമ്മുടെ വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ട്. നമ്മൾ വിശ്വാസത്തോടെ പറയുന്നിടത്ത് ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കും. നമ്മൾ വിശ്വാസത്തോടെ പറയുമ്പോൾ ദൈവം അത് സാധിപ്പിക്കും. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, ഉപവാസത്താലും പ്രാർത്ഥനയാലും എല്ലാ ജാതി നീങ്ങിപ്പോയില്ല. അപ്പോൾ പ്രാർത്ഥനയുടെ പവർ, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട്, നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നാം പറയുന്ന കാര്യങ്ങളിൽ ദൈവം പ്രവർത്തിക്കും. അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ പിതാവേ, മാതാവേ, സഹോദര, സഹോദരി, കുഞ്ഞുങ്ങളെ, നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ നടക്കുമെന്ന് നിങ്ങൾ പറ. ദൈവം നടത്തി തരും, ദൈവം സാധിപ്പിച്ചു തരും. മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു, വിശ്വസിക്കുന്നവന് സകലതും കഴിയും. 10-ാം അധ്യായത്തിൽ ശിഷ്യന്മാരുടെ മറ്റൊരു ചോദ്യത്തിന് കർത്താവ് ഉത്തരം പറയുന്നത് ഇങ്ങനെയാണ്. 10-ാം അധ്യായം 27-ാമത്തെ വാക്യം, മനുഷ്യർക്ക് അസാധ്യം തന്നെ ദൈവത്തിനല്ലാതാണ്, ദൈവത്തിന് സകലവും സാധ്യമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ വിശ്വസിക്കുന്നതിന് സകലവും സാധ്യമെന്ന് കർത്താവ് പറഞ്ഞു. ദൈവത്തിന് സകലവും സാധ്യമാണ് എന്ന് പറഞ്ഞാൽ കർത്താവ് അവരെ പഠിപ്പിച്ച രണ്ട് കാര്യമാണ്.
ദൈവത്തിന് കഴിയാത്തൊരു കാര്യമില്ല. ദൈവത്തിൽ വിശ്വസിക്കുന്നവനും കഴിയാത്തൊരു കാര്യമില്ല. അസാധ്യമായ കാര്യങ്ങളെ നോക്കിക്കൊണ്ട് അവർ വിസ്മയിച്ചപ്പോൾ ഇതെങ്ങനെ നടക്കും എന്നുള്ള വിഷയം അവർ പറഞ്ഞപ്പോൾ ദൈവത്തിന് സകലതും സാധ്യമെന്ന് പറഞ്ഞു. ഇന്ന് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പിതാവേ, മാതാവേ, സഹോദര സഹോദരി, കുഞ്ഞുങ്ങളെ, ദൈവത്തിന് സകലതും സാധ്യമാണ്. ദൈവത്തിന് കഴിയാത്തൊരു കാര്യമില്ല. നിങ്ങളുടെ ഏത് പ്രശ്നത്തെ പരിഹരിക്കുവാൻ ദൈവത്തിന് കഴിയും. കാരാഗ്രഹത്തിൽ കിടക്കുന്ന പ്രശ്നമായാലും, മരണകരമായ രോഗത്തിൽ കിടക്കുന്ന പ്രശ്നമായാലും, സകല വഴികളും അടഞ്ഞു എന്ന് തോന്നുന്ന വിഷയമായാലും, അവിടെ എല്ലാം ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മൾ വിശ്വസിക്കണം. ഇതെല്ലാം കർത്താവ് പഠിപ്പിക്കാൻ കാരണം നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാനാണ്. തിരുവൃത്താന്ത പുസ്തകങ്ങളിൽ ദൈവം തന്നെ പറയുന്നു, തങ്ങൾ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് യഹോവയുടെ കണ്ണ് ഭൂമിയിലെല്ലാം ഊടാടിക്കൊണ്ടിരിക്കുക. ദൈവത്തിന് സകലതും കഴിയുമെന്ന് മാത്രമല്ല, സകലതും കഴിയുന്ന ദൈവം തൻ്റെ ശക്തി വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുക, തൻ്റെ ബലം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. ആരിലൂടെയാണ് തൻ്റെ ശക്തി വെളിപ്പെടുത്തുന്നത്? പ്രാർത്ഥിക്കുന്ന വ്യക്തിയിലൂടെ, വിശ്വസിക്കുന്ന വ്യക്തിയിലൂടെ ദൈവത്തിൻ്റെ ബലം വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. ഭൂമി മുഴുവൻ ദൈവത്തിൻ്റെ കണ്ണ് ഊടാടിക്കൊണ്ടിരിക്കുക. ആരെങ്കിലും തങ്ങൾ ആശ്രയിക്കുന്നുണ്ടോ? ആരെങ്കിലും ദൈവത്തിൽ ഏകാഗ്രചിത്തരായിരിക്കുന്നുണ്ടോ എന്നറിയുവാൻ ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. അതേ പിതാവേ, താങ്കൾ പ്രാർത്ഥിക്കുവാൻ ദൈവത്തിൻ്റെ അരികിൽ ചെല്ലുന്നതിന് മുമ്പ് താങ്കളെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. മാതാവേ, സഹോദര സഹോദരി, കുഞ്ഞുങ്ങളെ, താങ്കളെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന ഒരു ദൈവത്തെയാണ് വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുന്നത്. എന്തിനു വേണ്ടി? ദൈവത്തിൻ്റെ ബലമൊന്ന് വെളിപ്പെടുത്തുവാൻ. ഈ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തിന് പിന്നെയും സൃഷ്ടിക്കണം. പാഴുശൂന്യമായ ഭൂമിയെ മനോഹരമാക്കിയ ദൈവത്തിന് പിന്നെയും ചിലത് മനോഹരമാക്കണം. അതിനുവേണ്ടി ആരുണ്ടെന്ന് നോക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മളെ കാത്തിരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ പ്രാർത്ഥനാ വിഷയമായിട്ട് ഭയത്തോടും സംശയത്തോടൊന്നും ദൈവത്തിൻ്റെ അരികിലേക്ക് ചെല്ലണ്ട. നമ്മളെ കാത്തിരിക്കുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ ബലം വെളിപ്പെടുത്തുമ്പോൾ കണ്ണു കണ്ടിട്ടില്ലാത്ത നിലയിൽ ദൈവം പ്രവർത്തിക്കും. ചെവി കേട്ടിട്ടില്ലാത്ത നിലയിൽ ദൈവം പ്രവർത്തിക്കും. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത വിധത്തിൽ ദൈവം പ്രവർത്തിക്കും. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായ ദൈവം പ്രവർത്തിക്കും. ഇന്ന് പകൽക്കാലം ഈ വചനത്തിന് മുമ്പിൽ താങ്കൾ വിശ്വസിക്കുമോ? അത് താങ്കൾക്ക് വേണ്ടി തന്നെ ദൈവം ഇന്ന് സംസാരിക്കുകയാണ്. താങ്കളുടെ വിഷയം തന്നെ ഇന്ന് ദൈവം ഏറ്റെടുക്കാൻ പോവുകയാണ്. താങ്കളുടെ കുടുംബത്തിലൊരു അത്ഭുതം ചെയ്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തുന്ന ഒരു മീഡിയ ദൈവം ആഗ്രഹിക്കുക. അത് താങ്കളായിരിക്കട്ടെ, താങ്കളുടെ കുടുംബമായിരിക്കട്ടെ. ദേശത്ത് ദൈവത്തിൻ്റെ അത്ഭുതം വെളിപ്പെടുത്തുവാൻ താങ്കളുടെ കുടുംബത്തെ ദൈവം കാത്തിരിക്കുന്നു. അവിടെ ഒറ്റ മാർഗമേ ഉള്ളൂ, ഈ ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് നമ്മുടെ വിഷയങ്ങളെ ഏൽപ്പിക്കാം. അവിടെ കർത്താവ് പറയുന്നു, മടുത്തു പോകരുത്, പ്രാർത്ഥിക്ക്. ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. വിശ്വസിക്കുന്നവന് സകലവും സാധ്യം. ദൈവത്തിന് കഴിയാത്തൊരു കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്നിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ സർവ്വകൃഷ്ണനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് തിരുമുഖത്തേക്ക് നോക്കുന്നു. വിശ്വസിക്കുന്നവന് സകലതും സാധ്യം. കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ വലിയ മലയെ ഞങ്ങളുടെ വാക്കുകൊണ്ട് നീക്കുവാൻ കഴിയുമെന്നും ഞങ്ങൾക്കൊന്നും അസാധ്യമാകുകയില്ലെന്നും അവിടെ ഞങ്ങളോട് സംസാരിച്ചല്ലോ.
ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവ്. ഇന്ന് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെയും വിഷയത്തിന്മേൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിപ്പിച്ച് ആ രോഗം നീങ്ങിപ്പോകാൻ ഞങ്ങൾ കൽപ്പിക്കും. ആ പ്രശ്നങ്ങൾ മാറിപ്പോകാൻ ഞങ്ങൾ കൽപ്പിക്കുന്നു. ഇന്ന് കണ്ടുള്ള മിസ്രൈമിനെ ഇനി ഒരു നാൾ കാണുകയില്ലെന്ന് മോശ പറഞ്ഞപ്പോൾ പൂർണ്ണമായി നീക്കിയ ദൈവം ഓരോ വിഷയങ്ങളും ഇനി ഒരു നാളും കാണാത്ത വിധത്തിൽ അവിടെ നീക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് കഴിയാത്തൊരു കാര്യമില്ലല്ലോ. ദൈവത്തിനൊരു കാര്യം അസാധ്യമല്ലല്ലോ. ഞങ്ങളത് വിശ്വസിക്കുന്നു. അവിടുന്ന് അത്ഭുതങ്ങളെ ചെയ്യണമേ. എല്ലാ കുടുംബങ്ങളും ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ വെളിപ്പെടുത്തണമേ. അങ്ങയിൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്ന കൊണ്ട് അവിടുത്തെ ബലം വെളിപ്പെടുത്തുവാൻ കാത്തിരിക്കുന്ന ദൈവം ഞങ്ങളെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നല്ലോ. ആ ദൈവങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. അവിടുന്ന് അത്ഭുതങ്ങളെ ചെയ്താണ്ട് പ്രാർത്ഥന ദൈവം കേട്ടതിന് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസാധ്യമൊന്നുമില്ല, ഇല്ല ഇല്ല, അസാധ്യമായതില്ല, ദൈവത്താൽ അസാധ്യമൊന്നുമില്ല.